കണ്ണൻ ചേട്ടൻ ഡൈവോഴ്സ് ആണെന്ന് പറയുന്ന തെമ്മാടിത്തരവല്ലയോ? സംശയം എന്താണ്? ഇത് കേക്ക, ബാക്കി കേക്ക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. ഓഹോ. അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടെന്നാല് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അത് കാണിക്കേണ്ടപ്പോ കാണിച്ചു. എന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ടിൽ വരണം മോൻ, കേട്ടോ? തീർച്ചയായും വരും. എന്നിട്ട് ഇത് കേക്ക, എന്നിട്ട് ഇത് മോനും 2 വാക്ക് പറയണം അതിനു വേണ്ടിയാ. എന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? ഇവള് എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഈ ഡിറ്റക്ടീവ്സിനായിട്ട് അന്വേഷിപ്പിച്ചത് ആരാ, ഇത് എന്തുവാ, എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയെന്നൊക്കെ അന്വേഷിപ്പിച്ചു. എഴുതിയവന്മാരെ പിടിച്ചു. ഈ ആർ രാധാകൃഷ്ണൻ, യു ഹരീഷ്, കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് കാവ്യയുടെ അമ്മ പറഞ്ഞു എന്ന് ചോദിച്ചോടനെ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞുന്ന്. എന്തിനേം ചോദിച്ചെന്നേ പറഞ്ഞു പബ്ലിക്കിന്റെ സിമ്പതി മേടിച്ച് വീട്ടമ്മയാകാൻ പോയ കാവ്യ എന്തിന് തിരിച്ചു വന്നു, അമ്മായിയമ്മ 2 ഇടി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അവർക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിത്തുള്ളത്. എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞു. മോളെ ഞങ്ങൾ TV കൂടെ കാണുന്ന ഇത് ചുമ്മാ കഴിവിടാൻ മോൾ. എന്നിട്ട് വേണ്ട ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്. അറിഞ്ഞോ? എന്നിട്ട് അവൻ അവിടെ വാളെ പിടിച്ച് നടക്കുക. അതെ, തീർച്ചയായും. ആന്റി ക്ഷമിക്കണം, ഒരു കാര്യം കൂടെ. ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അന്ന് ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു, ഓർക്കുന്നുണ്ടോ ആന്റി? അത് തന്നെ ആന്റി ഈ ബന്ധം മോനെ നമ്മള് അപ്പോഴും മോൻ പറഞ്ഞു ഫെബ്രുവരി 4-ാം തീയതി വരെ ആരുടെ കൂടെ നീ കിടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അതുപോലെ ഇതാണ് പ്രശ്നം. യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. കഥകൾ ഒരുപാടുണ്ട്. കാരണം ഞാന് ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കൽ. വന്നപ്പോ ഇവിടെ ആരുമില്ല, പിന്നെ ഗേറ്റും തുറക്കുന്നില്ല, പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം ഇവള് കല്യാണത്തിന് 3 ദിവസം മുമ്പ് മോനെ മോൻ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഈ പണ്ടാരം ചാവാൻ തുടങ്ങി ഇവള്. എന്റെ ഭഗവാനെ. അപ്പൊ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിനല്ല ഈ കല്യാണം നടത്തിയെന്ന്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ? എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആരെക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലായി. ഞാൻ തകർന്നു പോയത് വേറൊന്നുമല്ല, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കൊച്ചു പെൺകുട്ടികളോട് പിടിച്ച ചെറുക്ക ഇവനാണെ ഒന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അത് ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവന് സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം എടുത്തു. അതേ അവന് പറ്റിയ തെറ്റുള്ളൂ. അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു. ഞാൻ പറഞ്ഞു എഴുതിയേക്കുന്നു ഇതൊക്കെ ദിലീപിന്റെ പണിയാ. അല്ല ആന്റി ഞാൻ വളരെ കൂടെ കേൾക്കൂ ഒരു സെക്കൻഡ്. കാരണം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിനെ ഞാൻ കണ്ടു. ട്രിവാൻഡ്രം റിപ്പോർട്ടർ. അപ്പൊ ട്രിവാൻഡ്രം റിപ്പോർട്ടർ എന്നെ കണ്ടപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു, മാഷെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൊട്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത്. പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ നമസ്കാരം, എന്താണ് മിസ്സിൽ അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പ്രസ്സല്ലേ, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല, എന്റെ ഒരു വെൽവിഷനായിട്ട് കാരണം വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് റൂമേഴ്സ് അറിഞ്ഞു. അപ്പൊ ഒരു സുഹൃത്തുനോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ വാക്ക് അഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. തമാശ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അതല്ല പറയുന്നത്, ഒരു എന്താ പറയണേ, മനസ്സ് സഹിക്കാൻ വയ്യ. ഞാൻ അതൊക്കെ മന എഴുതിപ്പിച്ചതാണ്. ഞാൻ മ്യൂസിയത്ത് ജോഗിങ്ങിലായിരുന്നേ. അപ്പോഴ് 2 സ്ത്രീകൾ ബാക്കിൽ കൂടെ വരുന്നത്, എനിക്ക് അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമൊന്നുമില്ല. അവര് ബാക്കി കൂടെ നടന്നു. അല്ല, അവളുടെ കളി ഞാൻ പറയാണ്. അവര് നടന്നു, അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ. അല്ല അയ്യോ അവര് മഹാപന്നെന്ന്, ആ പെൺകുട്ടി പാവം, മനസ്സിലായില്ലേ? ഇവള് സിനിമയ്ക്ക് പുറത്ത്, ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വലിയ വിജയം.
അതെ ആന്റി സത്യം. പക്ഷെ ഇവൻ അതിന് ബലിയാടായപ്പോ എനിക്ക് തകർന്നു ആന്റി ഞാൻ. കാരണം ഞാൻ എന്റെ ഏറ്റവും ഒരു കുഞ്ഞിനെ ബലിയാടാക്കേണ്ട കാര്യം അവക്കുണ്ടായിരുന്നോ? ഇവൾ ഇനിയും ഇതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നൊന്നുമില്ല. ഇവളിപ്പോ ദാണ്ട് മമ്മൂട്ടി വേണ്ട പ്രമാണി എന്നുള്ള പടം കൊടുത്തില്ലല്ലോ അവക്ക്. ശരി. സ്നേഹം എടുക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞ മമ്മൂട്ടിക്ക് അറിയില്ലോ സച്ചിനെ. അവനറിയാം, നല്ല പരിചയമില്ലേ. മോഹൻലാൽ വിളിച്ചിരുന്നു, മനോജ് കജയൻ വിളിച്ചിരുന്നു, സുരേഷ് മേനക വിളിച്ചിരുന്നു. പിന്നല്ലാതെ പിന്നെ കലാരഞ്ജിനി ഇങ്ങോട്ട് വിളിച്ചു, സുരേഷ് ബാബു വിളിച്ചു. സകലമാന സിനിമയിലെ ഒരുപാട് പേര് മോന് സപ്പോർട്ട്. പിന്നല്ല, തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആന്റി, കാവ്യയുടെ കാര്യം ആന്റി ഞാനൊന്നുമല്ല, ഞാനൊരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന കലാരഞ്ജിനിയൊക്കെ ചോദിക്കുന്നു, എന്തിനാ മണിയാന്റി ഒരു ന്യൂസ്? ഇവള് നിശ്ചയം വരെ മോനെ ഇവള് രഹസ്യമാക്കിയിരുന്നറിയാവോ? അതാണ്. വെളിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ ഇവള് സമ്മതിച്ചില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ദിലീപ് വന്നോ കല്യാണത്തിന്? അവൻ കോട്ടയത്ത് നിൽക്കുമായിരുന്നു. മഞ്ജു അല്ലേ വന്നോളൂ? മഞ്ജു വന്നു. ഇപ്പൊ എന്നിട്ട് അവന് കോയിലോട്ട് എന്തിനാ ഇവൻ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത് ഇവിടെ? അതാണ് ആന്റി, അതാണ്. പട്ടണത്തിൽ പോലും കഴിഞ്ഞ് വന്നപ്പെട്ടിട്ട് പെണ്ണ് എന്ത് ചെയ്ത് എവിടെ നിൽക്കത്തില്ല, അവർക്ക് അങ്ങ് പോകണം. എനിക്കറിയാം. കാരണം ഇവളുടെ ഡ്രൈവർ ആണ് നമുക്കറിയാവുന്ന ആള്. അല്ല മോനെ, ആകെപ്പാടെ മോനെ 2 മാസം ഇവിടെ ജീവിച്ചിട്ടുള്ളവളാ. എന്നിട്ട് പക്ഷെ അവൾ ഇത്രയും ആദ്യത്തെ ഒരു മാസം അവിടെ അമ്മ അച്ഛനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവള് പട്ടണത്തിൽ പോയിട്ടിന് പോയി ഷൂട്ടിങ്ങിന്. പോയിച്ച് വന്നത്ര 3 ആഴ്ച. അന്ന് ഗോപിക ഉണ്ട് ഇവിടെ, കണ്ണന്റെ ഭാര്യ ഉണ്ട് ഇവിടെ. ശരി. അപ്പൊ കണ്ണന്റെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തിരിക്കുക മോനെ കൊല്ലാൻ. അയ്യോ ശ്രീകണ്ഠേശ്വര, അയ്യോ ആന്റി മതി. ദിലീപ്, അതാണ് ദിലീപിന്റെ മിടുക്ക്. അവൻ അറിഞ്ഞൂടാ, അവൻ സിനിമയെ കാണുന്നുള്ളൂ ലോകം. നമ്മളാരാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. അല്ല ഞാനിതാണ് പറഞ്ഞു, ഞാൻ ഏഷ്യാനോട് ഞാൻ പറഞ്ഞു വരുന്നല്ല. ഈ എഴുതുന്നവർക്കും പറയുന്നവർക്കും ഈവൻ കാവ്യക്ക് പോലും അറിഞ്ഞൂടാ. കാവ്യക്ക് പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഫാമിലിയാണ് അവര്. അതെല്ലാരും പറഞ്ഞത്. അത്രേ ഉള്ളൂ. അത് സത്യമായിട്ട് ആന്റി ഭയങ്കര വിഷമമായി പോയി. കാരണം അവന് ശരിക്കും അവളെ ഒരു ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. സത്യപാവ കൂട്ടുമോനെ ഒരാളോടുണ്ട്, കാർത്തിക. എവിടെ രഹസ്യങ്ങൾ മൊത്തം ഏതൊക്കെ ചെറുക്കന്മാരോട് പോകണം, തുണി അഴിക്കണം എന്നുള്ളത് പറയുന്നത് കാർത്തിക. അവളെ പിന്നെ നല്ല സാധനമാണ്. അവളാ ഇതിന്റെ. അവളും ദിലീപും കാവ്യം കൂടാണ് ഇത് കളിക്കുന്നത് മൊത്തം. സന്തോഷ് മാധവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ അവന്. പിന്നല്ല, അറിയാം. കാരണം ഞാൻ പറഞ്ഞു, ലാൽ മീഡിയെന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ന്യൂസുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ തകർന്നു പോയത്. അയ്യോ സച്ചിൻ നിശ്ചലിന് കാവ്യഭാഗത്ത് തകർന്നു. കാരണം അതിന് 1 മാസം മുമ്പ് വരെ ഞാൻ അവളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്താണ്. അവളുടെ വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്തു അവളുടെ പുതിയ വീട്ടിൽ എറണാകുളത്തെ. അതൊക്കെ ലോണില്ല മോനെ, പൈസയൊന്നും ഇല്ല. അങ്ങനെ ഉദ്ദേശിച്ചു, ഞാൻ ഉദ്ദേശിച്ചതല്ല. അപ്പോഴും അറിഞ്ഞു നമ്മളിത് കേൾക്കാം. നമ്മള് സാധാരണ ഡൗറിയൊക്കെ പറയുന്നത് കല്യാണ സമയത്തല്ലേ പറയുന്നത്. അതെ. അന്ന് പോലും ഞാൻ സുനിലിന്റെ അടുത്ത് ചോദിച്ചു, എന്തുവാടാ നമ്മൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല ചേച്ചി. അതെ. പിന്നെ എന്തെന്നാടാ ഇപ്പൊ ഒരു പറച്ചിൽ വന്നത്? സ്വർണം പോലും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണം ഇവർക്ക് തപ്പിയാ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ. സ്വർണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മോനെ. അത് അങ്ങനെയല്ല ആന്റി. ആന്റിയുടെ ഒക്കെ ഒത്തിരി ഫാമിലി സെറ്റപ്പിലുള്ള സ്വർണം ഇവള് അതെല്ലാരും പറയുന്നു നമ്മുടെ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഉണ്ടോ? രോമത്തിന്റെ വില അവക്കുണ്ടോ? അല്ല അവനെ എന്തിനാ അവൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലേ? അവൻ എനിക്ക് ഭയങ്കര വിഷമം. സത്യം അവള് മറ്റവന്റെ രുചി അറിഞ്ഞു. അതുകൊണ്ട് അവൻ പറഞ്ഞോ നീ ഇത് കഴിയുമ്പോ പോരണം. അതെ. അയ്യോ ഈ ചെറുക്കന്റെ അടുത്ത് വേണ്ടായിരുന്നു. അത് അവള് തന്നെ അനുഭവിച്ചോളും. തീർച്ചയായും അവള് തന്നെ അനുഭവിക്കും. അവളാ ഒരു വെട്ടി ചോറിന് അവള് കിടന്ന് യാചിക്കുന്നു. തീർച്ചയായും. ആന്റി എന്ന് വരുന്നു ഇങ്ങോട്ട്? വരുന്നുണ്ട് മോനെ. വരുന്നുണ്ടേ മോനെ വിളിക്കാൻ. വേറൊന്നുമല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ ആരെങ്കിലും ഉമ്മ വരുന്നു, വേറൊന്നുമല്ല. ആന്റി എന്റെ നമ്പർ സൂക്ഷിച്ചു വെച്ചിട്ട് എന്നെ വിളിച്ചല്ലോ. സൂക്ഷിച്ചു വെച്ചു മോനെ. പിന്നെ ആന്റി ഇതുവരെയും ഇത്തിരി വിഷമത്തിലായിരുന്നു. ഇപ്പൊ എല്ലാം മാറി. സന്തോഷം ആന്റി, ഒരു കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥിക്കാം. സച്ചു ഭയങ്കര ഹാപ്പിയായി ഇവള് പോയതിന് ശേഷം. ഇവനെ ഒത്തിരി ഹരാസ് ചെയ്തു മോനെ. നന്നായിരുന്നാ മതി. അല്ല മോനെ ഒരുപാട് ഹരാസ് ചെയ്തു അവള്. മനസ്സിലായി. അവൾ അങ്ങനത്തെ ടൈപ്പാണ് ആന്റി. ഒരു പെണ്ണല്ലേ, അവരുടെ വീട്ടിൽ ചെന്നുടനെ ചോദിച്ചു ചോറ് വെക്കാൻ അറിയാമോ? അവിടെ അമ്മ ചോദിച്ചു
അപ്പൊ ഇവന് ഇപ്പഴാ ഇതൊക്കെ പറയുന്നത്. ചോറ് വെക്കാൻ അറിയാമോ? ഉടനെ അവൻ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ അവന്റെ അടുത്ത് ചോദിച്ചു എന്താ ചോറ് വെക്കാൻ പഠിക്കാഞ്ഞാന്ന്. കഷ്ടം. അപ്പൊ ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു, അത് തള്ള ചോദിച്ചത്. ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു പ്രണയിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അവൻ പറഞ്ഞു പ്രണയിക്കാനല്ല എന്നെ വിട്ടത്, എന്നെ പഠിക്കാൻ അമേരിക്ക വിട്ടതെന്ന്. അവൻ പറയാം അമ്മേ എന്ത് വൃത്തിയത്ത വർത്താനൊക്കെ ഈ പെണ്ണ് പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ഇടയ്ക്ക് കൊണ്ടുപോകായിരുന്നോ? ഇതിനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു BP കൂടി 180 ആയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ചക്കരെ കഷ്ടം. സത്യം എനിക്ക് തോന്നിയാണ് ഇതൊക്കെ ഞാൻ അറിയുന്നില്ല. അത്രയ്ക്ക് മോനെ മുറിക്കാത്തിട്ട് ഇവള് ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു അറിയാവോ ഇവന്. അപ്പൊ മോനെ അന്നമ്മൻ ചോദിച്ചു കൊച്ചുമോന് ചിരിയൊക്കെ പോയി, എന്തോ പറ്റി. പെണ്ണൊരുമ്പിട്ടാൽ അതാണ് ആന്റി, പെണ്ണൊരുമ്പിട്ടാൽ അതാണ് അവർക്ക് ഇപ്പൊ തന്നെ അവർക്ക് സന്തോഷമായി ദിലീപിന്റെ. അന്നല്ല മോനോട് ആര് ചോദിച്ചാലും മോൻ പറഞ്ഞേക്കണം, ഇനി വിടണ്ട, വിട്ടുകൊടുക്കണം. ആന്റി പറഞ്ഞോ ഞാൻ പറഞ്ഞത്, എനിക്ക് സത്യം വരെയെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ. അല്ല ഇനി അങ്ങ് വിസ്തരിക്കണം. ഇത് ഇവള് തന്നെ ഇവളെ ഒരു കുഞ്ഞിനെ ബലിയാടാക്കിയെന്ന് തന്നെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ല ഞാൻ വിടത്തില്ല, അതോ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുപോലെ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതെല്ലാം സംസാരിക്കണം. നമ്മൾ എല്ലാരും കൂടെ കൂടുന്നുണ്ട്. തീർച്ചയായും. എന്തോ കൊണ്ടുവരണേ ഇവിടുന്ന് വരുമ്പം എന്തുകൊണ്ടത് സന്തോഷം എനിക്ക്. തീർച്ചയായും മോളോടും പറയണം കേട്ടോ. മോളോടും പറയണം. ശരി ഞാൻ കൊണ്ടുവരാം ആന്റി. അത് എപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്? വരുന്നുണ്ട്, ഉടൻ തന്നെ വരും. ശരി വിളിച്ചാൽ മതി ആന്റി. ഓക്കെ താങ്ക് യു ആന്റി.